പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും മനുഷ്യർ മാറുമെന്ന് വിചാരിച്ചു, നന്നാവുമെന്ന് വിചാരിച്ചു. ഈ ജാതി പറച്ചിലും വിവേചനവും അല്ലെങ്കിൽ പണവും പ്രൗഢിയും പ്രസക്തിയും നോക്കിയുള്ള പെരുമാറ്റവും ഒക്കെ മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ മാറില്ല മനുഷ്യർ. ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്, കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഒരിക്കലും ആരും മാറില്ല. ഹലോ, അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ നാട്ടിൽ വീണ്ടും മഴയും കാലവർഷവും അല്ലെങ്കിൽ പ്രളയത്തിനുള്ള സാധ്യതയും ഒക്കെ കണ്ടുവരുന്നുണ്ട്. അങ്ങിങ്ങായി കാറ്റും മഴയും പേമാരിയും ഒക്കെയാണ്. റോഡും പാടവും അല്ലെങ്കിൽ എല്ലാം വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ 1-2 ഡാമുകളും ഒക്കെ മുന്നറിയിപ്പ് ഇല്ലാതെ തുറന്നു വിട്ടതിനെ തുടർന്ന് വീണ്ടും ജലാശയം കൂടുതലാണ്. പിന്നെ മരങ്ങൾ കടപുഴക്കി വീഴുന്നു, വണ്ടിയുടെ പുറത്തൂടെ വീടിന്റെ പുറത്തൂടെ ഒക്കെ മരം വീണ് അപകടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും നമ്മുടെ മനുഷ്യർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എത്രയോ തവണ കോവിഡ് വന്നിട്ടായാലും പ്രളയം വന്നിട്ടായാലും കിടന്നുറങ്ങാൻ പോലും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ഒരു തുള്ളി വെള്ളം, ഇത്രയും പ്രളയം ഉണ്ടായിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പോലും നമ്മുടെ മനുഷ്യർക്ക് മലയാളീസിന് വന്നിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ വിടും, നമ്മുടെ കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും മണ്ണിനും പണത്തിനും വേണ്ടി ഇത്രയും സംസ്കാരം ഇല്ലാതെ ഇത്രയും വിവരം ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഇപ്പം ആദ്യമേ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു അമ്മയ്ക്ക് വീട് കിട്ടിയ സ്ഥലവും വീടും കിട്ടിയെടുത്ത് 4 വശവും അയൽവാസികളും മതിൽ കെട്ടിപ്പൊക്കി അവർക്ക് നടക്കാനുള്ള വഴി പോലും കൊടുക്കാതെ ഇത്രയും ദ്രോഹം കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മലയാളീസ് മാത്രമേ കാണത്തുള്ളൂ, വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ദേ കോഴിക്കോട് നിന്നുള്ളൊരു വാർത്ത. അയൽവാസികൾ 4 വശവും മതിൽ കെട്ടി നടപടി അടച്ചതോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മതിൽകെട്ട് കയറിയിറങ്ങേണ്ട ദുരവസ്ഥയിൽ വിധവയായ വീട്ടമ്മ. സഞ്ചാര സ്വാതന്ത്ര്യം തേടി കോഴിക്കോട് കൊടുവള്ളി മോഡേൺ ബസാർ സ്വദേശിനി അനീസ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ഭർത്താവ് മരിച്ചതോടെ തനിച്ചാണ് താമസം. 25 വർഷം മുൻപാണ് സ്ഥലം വാങ്ങിയത്. അന്ന് വീടിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന നടവഴി അയൽവാസി മതിൽ കെട്ടി അടച്ചു. കാരണം അടിയാധാരത്തിൽ അനീസുമയുടെ ഭൂമിയിലേക്ക് മറ്റൊരു അയൽവാസിയുടെ പുരയിടത്തിലൂടെ വഴി നൽകിയിരുന്നു. എന്നാൽ അവരും മതിൽ കെട്ടി അടച്ചതോടെ ആ വഴിയും അടഞ്ഞു. നിലവിൽ വീടിന് പുറകുവശത്തെ മതിൽക്കെട്ട് ഇറങ്ങി ഇല്ലാത്ത വഴിയിലൂടെയാണ് പോയി വരുന്നത്. ഈ വഴിയും ഏത് നിമിഷവും അടച്ചുപൂട്ടാം. മനുഷ്യാവകാശ കമ്മീഷനിലും മുഖ്യമന്ത്രിക്കും പിന്നെ അദാലത്തിലും വനിതാ കമ്മീഷനിലൊക്കെ കൊടുത്ത് പിന്നെ ഓല് പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കി, കേസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതായി കിട്ടുമെന്ന്. കേസ് കൊടുക്കാൻ എനിക്ക് ആളില്ല, ഞാൻ സ്വന്തമാണ് ഈ വീട്ടിലുള്ളത്. എന്നെ കൊണ്ട് കേസിനൊന്നും പോകാൻ ചെയ്യാവൂല. അതുകൊണ്ട് പിന്നെ ഞാൻ കേസൊന്നും കൊടുക്കാൻ പോയില്ല. പോകാൻ വരാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾ സാധനമായി കൊണ്ട് തരാനില്ല. ഞാൻ തന്നെ പോകണം. രൂപയില്ലാണ്ടായ പുറത്തിറങ്ങാനില്ല. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാതായതോടെ നിയമസഹായ സമിതിയുടെ സഹായത്തോടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അനീസുമ്മ. മറിച്ച് അവർക്ക് വഴി കൊടുക്കാതെ അവർ എന്തിന്, ആർക്ക് വേണ്ടി ഇതൊക്കെ എവിടെ കൊണ്ടുപോകുന്നു? മരിക്കുമ്പോൾ ഇവർ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് കണ്ണീച്ചോരുണ്ടോ? നിങ്ങൾക്ക് മനുഷ്യരാണോ? നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അർഹരല്ല. എന്തിനാ പാവങ്ങളെ ഇത്രയും ക്രൂശിക്കുന്നു? അവർക്ക് ആരുമില്ല, അവർക്കൊന്ന് കേസിന് പോകാനോ അതിന്റെ പുറകെ നടക്കാനോ, അല്ലെങ്കിൽ തന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഏരിയയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സാധാരണക്കാർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടിയാവോ? ഒരിക്കലും